മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ്. മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിച്ചെന്നും തറ നേതാവിന്റെ നിലവാരത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഉയരണമെന്നും PMA സലാം. മുഖ്യമന്ത്രിയുടെ സഹതാപം മാത്രമാണുള്ളതെന്നും PMA സലാം കണ്ണൂരിൽ പ്രതികരിച്ചു. സത്യത്തിൽ സഹതാപമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ അദ്ദേഹത്തോട് സഹതപിക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഇത്രയും ജുഗുപ്സാവഹമായ ഒരു പ്രദേശത്തെ ആകമാനം അപമാനിക്കുന്ന പ്രസ്താവനയുമായി വന്നത് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്. അധികാരം നിലനിർത്താൻ, ചെയ്ത തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും രക്ഷിക്കാൻ, സ്വന്തം കുടുംബത്തിൻ്റെ വൃത്തികേടുകളിൽ നിന്നും രക്ഷപ്പെടാൻ ഇതുപോലുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ അപമാനിതരാക്കി കുറ്റവാളികളാക്കി മാറ്റുന്ന ഈ സംവിധാനം മാറ്റിയേ തീരൂ. KJ ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് മുസ്ലിം ലീഗ് സ്വീകരിച്ചതെന്ന് പറയേണ്ടി വരും. കാരണം അത്രത്തോളം ഒരു പ്രദേശത്ത് മുഴുവൻ അപമാനിക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. മാത്രവുമല്ല, മുഖ്യമന്ത്രി ഒരു തറ നേതാവിന്റെ നിലവാരത്തിൽ നിന്ന് ഉയരണമെന്നുകൂടി PMA സലാം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് PMA സലാം ഉന്നയിച്ചത്? വിശദാംശങ്ങൾ. ദേവിക, മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 150 കിലോയിലധികം സ്വർണം പിടികൂടുകയും അതോടൊപ്പം തന്നെ 123 കോടിയിലധികം കള്ളപ്പണം പിടികൂടുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇന്നൊരു പത്രത്തിന് ഒരു അഭിമുഖം നൽകിയിരുന്നു. ഇതിലാണ് മലപ്പുറം ജില്ലയെ അപമാനിക്കുന്ന തരത്തിലുള്ള പല പ്രസ്താവനകളും ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരം കള്ളപ്പണങ്ങൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതായും കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇത്തരത്തിലുള്ള പല പ്രധാനപ്പെട്ട കേസുകളും ഈ മലപ്പുറം ജില്ലയിൽ നിന്നും ഉണ്ടായതായുമുള്ള വലിയ വിമർശനമാണ് മുഖ്യമന്ത്രി ഈ അഭിമുഖത്തിൽ നൽകിയത്. ഇതിനെതിരെയാണ് രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് രംഗത്തെത്തിയിരിക്കുന്നത്. മുസ്ലിം ലീഗ് പറയുന്നത് ഇത് മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി അപമാനിച്ചിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി തന്നെയാണ് ഇത്തരത്തിൽ വലിയ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇത് മലപ്പുറം ജില്ലയെ അപമാനിച്ച് ഈ പ്രസ്താവനയിൽ നിന്നും മുഖ്യമന്ത്രി പിന്നോട്ട് പോകണമെന്നും അതോടൊപ്പം തന്നെ ഈ രാജ്യദ്രോഹ കുറ്റങ്ങൾ എത്ര രാജ്യദ്രോഹ കുറ്റങ്ങൾ മലപ്പുറം ജില്ലയെ രജിസ്റ്റർ ചെയ്തെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും പറയുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും വലിയ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കുവാനാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനയുമായി മുഖ്യമന്ത്രി രംഗത്തെത്തിയതായും നിലവിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ MA സലാം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ടാണ്. ഈ കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ സ്വർണ്ണക്കടത്തിന് പിന്നിൽ കണ്ണൂരിൽ നിന്നുള്ള സംഘമാണെന്നും അതിനെക്കുറിച്ച് CPM-ന് തന്നെ വ്യക്തമായ ധാരണയുള്ളതായി മുസ്ലിം ലീഗ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിൽ ഇത്തരം ഈ മലപ്പുറത്തെ അപമാനിക്കുകയും അവിടുത്തെ സമുദായ അംഗങ്ങളെ അപമാനിക്കുന്നതിലൂടെ തന്നെ കേരളത്തിൽ ഒരു വർഗീയ വിഭജനം നടത്തുവാനും മുഖ്യമന്ത്രി ശ്രമം നടത്തുന്നു. അതിന്റെ ഭാഗമാണ് അതിന് പിന്തുണ CPM നൽകുന്നു. അതിന്റെ ഒരു ഭാഗമായിരുന്നു വടകരയിലുണ്ടായ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉണ്ടായ കാഫർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട വിവാദം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും എന്തായാലും മുസ്ലിം ലീഗ് ഈ മുഖ്യമന്ത്രിയെ വിമർശിക്കാനായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഇടക്കാലത്ത് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗുമായി വലിയ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഈ PV അൻവറുമായി ബന്ധപ്പെട്ട വിവാദം എന്തായാലും ഈ CPM-മായി ഉള്ള മുസ്ലിം ലീഗിന്റെ ബന്ധത്തെ ആടി ഉലയ്ക്കുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗിനെതിരെ വലിയ വിമർശനം മുഖ്യമന്ത്രി ഇനി ഉന്നയിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. എന്തായാലും PV അൻവറിനെതിരെ CPM മലപ്പുറം ജില്ലയിൽ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്, വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും CPM-ഉം PV അൻവറുമായുള്ള പോര് മുസ്ലിം ലീഗിലേക്കും നീങ്ങുകയാണ്. ശ്രീജിത്ത്, അതോടൊപ്പം തന്നെ PV അൻവറിന്റെ മുസ്ലിം ലീഗ് പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പല ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് PMA സലാം ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരിക്കുവാൻ എന്തായാലും PMA സലാം തയ്യാറായിട്ടില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് UDF-ൽ ചർച്ച നടത്തേണ്ട ആവശ്യമുണ്ട്. കാരണം കോൺഗ്രസാണ് UDF-ലെ പ്രധാന കക്ഷി. കോൺഗ്രസുമായി ഒരു കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും അത്തരമൊരു നിലപാടിലേക്ക് പോകുക എന്നും PMA സലാം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ PV അൻവറിന് UDF പ്രവേശനം ചിലപ്പോൾ സാധിക്കില്ല. മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്തായാലും സ്വന്തമായ ഒരു പാർട്ടി രൂപീകരിച്ച ശേഷമായിരിക്കും UDF-ലേക്ക് കടന്നു വരാൻ ചിലപ്പോൾ PV അൻവറിന് കഴിയുക. എന്തായാലും സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ച് തന്റെ പിന്തുണ ശക്തിപ്പെടുത്തുവാനാണ് നിലവിൽ PV അൻവർ ശ്രമിക്കുന്നത്. അതിനിടയിൽ എന്തായാലും PV അൻവറിനെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുവാനും
മുസ്ലിം ലീഗ് തയ്യാറായിട്ടില്ല. കാരണം ഈ വിവാദങ്ങളുടെ തുടക്കത്തിൽ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇത്തരത്തിലൊരു ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, അൻവറിനെ ക്ഷണിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. പക്ഷേ അതിനെ തള്ളിക്കളയുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കൾ ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അത്തരം വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. കാരണം രാഹുൽ ഗാന്ധിയുടെ DNA-യുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. അത്തരം വിവാദങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു KPCC പ്രസിഡന്റ് K സുധാകരൻ ഉൾപ്പെടെയുള്ളവർ അൻവറിനെ വിമർശിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അൻവറിനെ വിമർശിക്കുകയും കോൺഗ്രസിൽ നിന്നും K സുധാകരൻ അടക്കമുള്ള നേതാക്കളും PV അൻവറിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ വലിയ വിവാദങ്ങൾ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ എന്തായാലും UDF പ്രവേശനം PV അൻവറിന് എളുപ്പമാകില്ല. ശരി, KJ ശ്രീജിത്താണ് സമഗ്രമായ റിപ്പോർട്ട് പങ്കുവച്ചത്.